നമസ്കാരം. പോസിറ്റീവ് തിങ്സിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും വരുന്നത്. പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ പത്രം വായിക്കാത്ത മലയാളികളില്ല, കുടുംബങ്ങളില്ല. എല്ലാവർക്കും ദൃശ്യമാധ്യമങ്ങളുണ്ടെങ്കിൽ തന്നെയും പത്രം വായിച്ചേ തീരൂ. അത് മലയാളിയുടെ ഒരു സ്വഭാവമാണ്, അവരുടെ ജീവിതാചാര്യ ആണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പത്രം വായിച്ചെങ്കിൽ ഒരു സമാധാനമുണ്ട്. ഇന്ന് വരുന്ന പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ രാവിലെ കാണുന്നത് എന്താണ്? കൊലപാതകം എങ്ങനെ മനുഷ്യനെ കൊല്ലാം, ഏത് രീതിയിൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. പണ്ട് കാലത്ത് നമ്മൾ കണ്ടിരുന്നത് ഉത്സവ പറമ്പുകളിലാകെ തന്നെ നാടകവും കഥാപ്രസംഗവും അങ്ങനെയുള്ള കലാപരിപാടികളാണ് നമ്മൾ കണ്ടിരുന്നത്. അന്ന് നമുക്കുണ്ടായിരുന്ന ആ കലാരംഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച കഥാപ്രസംഗങ്ങൾ, അതുപോലെ തന്നെ നാടകങ്ങൾ, ഇതൊക്കെ മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു, അവരെ പുരോഗമന ചിന്തയിലേക്ക് നയിച്ചിരുന്നു എന്നുള്ള കാര്യം നാം കാണാതെ പോകരുത്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലമെല്ലാം മാറി. ഇന്നിപ്പോൾ എന്താണ്? സീരിയൽ തുറന്നു കഴിഞ്ഞാൽ, TV തുറന്നു കഴിഞ്ഞാൽ, സീരിയൽ കണ്ടു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിൽ എങ്ങനെ ലഹള ഉണ്ടാക്കാം, അത് ഓരോ വീടുകളിലെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. പല മോശമായിട്ടുള്ള നടപടികളിലേക്ക് പോകുവാൻ അത് കാരണമായി മാറുന്നു. എല്ലാവരെയും ചേർത്ത് കുറ്റപ്പെടുത്തുന്നില്ല, ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമകളിലോ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ കൊലപാതകം നടത്താം, എങ്ങനെ അതിക്രൂരമായി മനുഷ്യനെ കൊല്ലാം എന്നാണ് ഇപ്പോൾ ചിത്രീകരിച്ച് ആ മനുഷ്യനെ കാണിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ചോരയില്ലാത്ത ഒരു സിനിമ പോലും ഇറങ്ങാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ കേരളത്തിലെ കലാകാരന്മാർ അധപ്പതിച്ചു എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാടകത്തിലൂടെ, സിനിമയിലൂടെ ജനങ്ങളെ, സാധാരണക്കാരനെ, പുരോഗമന പ്രസ്ഥാനത്തിന് ആകെ തന്നെ പ്രചോദനമായിട്ടുള്ള ഈ കലാരംഗത്തെ ഇന്നത്തെ കച്ചവട ചിന്തയുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു വിഭാഗം, എല്ലാവരെയും അടക്കി പറയുന്നില്ല, കുറച്ച് ആളുകൾ, അവർക്ക് കച്ചവട ചിന്ത മാത്രമാണ് മനസ്സിലുള്ളത്. ആ കച്ചവട ചിന്ത കേരളത്തിലെ ജനതയാകെ തന്നെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലും ചിന്താഗതികളിലോട്ടും അവരുടെ മനുഷ്യന്റെ ബോധം മനസ്സിലോട്ടും ഉപബോധം മനസ്സിലോട്ടുമൊക്കെ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനോട് 100% നാം യോജിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു പ്രസ്താവനയാണ് അന്ന് ചോദിച്ചത്. ചോരയില്ലെങ്കിൽ സിനിമയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെ ചോര ഒലിപ്പിക്കുന്ന ഒരു സിനിമ നമുക്ക് വേണ്ട. അതിക്രൂരമായിട്ട് കൊലപാതകം ചെയ്യുന്ന ഇതുപോലുള്ള ചിത്രീകരണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹജീവികളിൽ, അവരുടെ ചിന്തകളിലോട്ട് നമ്മൾ അത് കടത്തി വിട്ടുകൊടുക്കുന്നതും അവരെ ക്രൂരന്മാരായി ചിത്രീകരിക്കുന്നത്, ആ സ്വഭാവം പിന്തുടരുവാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ സമൂഹത്തിന് ആകെ തന്നെ ലഹരിയിൽ അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ നമുക്കുണ്ട്, ഒരു വിഭാഗം ചെറുപ്പക്കാർ നമുക്കുണ്ട്. ഇപ്പം ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരെയും അടക്കി പറയുന്നില്ല, കുറച്ച് ആൾക്കാർ നമുക്കുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾ ആ കുട്ടികളോട് നല്ല സ്നേഹമായിട്ട് പെരുമാറുകയും, ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളായിരിക്കണമെന്ന് നേരത്തെ തന്നെ നാം പറഞ്ഞിട്ടുണ്ട്. അവർ എന്ത് കാര്യമുണ്ടെങ്കിലും സ്വന്തം മാതാപിതാക്കളോട് നല്ല സുഹൃത്തുക്കളെ പോലെ തുറന്ന് സംസാരിക്കത്തക്ക ഒരു സമീപനമാണ് നമ്മൾ അവരിൽ നിന്ന് വളർത്തിയെടുക്കേണ്ടത്. എന്തായാലും ഈ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾക്കും മറ്റ് സമൂഹത്തിൽ കാണുന്ന തിക്തമായ അനുഭവങ്ങൾക്കും ആരെങ്കിലുമൊക്കെ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവരുടെ കച്ചവട കണ്ണുകളിൽ നിന്ന് അവർ വ്യതിചലിക്കേണ്ടിയിരിക്കുന്നു. പോസിറ്റീവായിട്ട് മാത്രം അവർ ചിന്തിക്കണമെന്നാണ് പോസിറ്റീവ് തിങ്സിനോട് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.